السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, ആമുഖമൊന്നും ഞാൻ പറയുന്നില്ല, നേരെ ടേക്ക് ഓഫ് ചെയ്യാം. അപ്പം നിങ്ങൾ നല്ല റാഹത്തിലിരിക്കണം. വിഷയം ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കണം. നവോത്ഥാനം ഉണ്ടാവണം എന്നുള്ള ഒരു കൊതിയില്ലാത്ത ഒരാൾ ഇല്ല. മുസ്ലിം ഉമ്മത്ത് നവോത്ഥാനത്തെ കൊതിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ഒരു ഉദ്ധാനത നമ്മളിൽ ഉണ്ടായി വരണം. ഉണ്ടാകും, ഉണ്ടാകൂല എന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട, ഉണ്ടാവും. പക്ഷെ അതൊക്കെ കണ്ടിരിക്കാൻ നമ്മളുണ്ടാവുമോ എന്ന് എനിക്കൊരു സംശയമുള്ളൂ. ഞാൻ എൻ്റെ ഒരുപാട് ചിന്തകൾക്ക് അടുത്ത കാലഘട്ടത്തിലായി ചില വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന്, അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കൽ നമ്മുടെ ബാധ്യതയല്ല എന്ന് നാം മനസ്സിലാക്കണം. ഒക്കെ കഴിഞ്ഞു, ഇനിയൊന്നും നന്മ വരില്ല, കാലമൊക്കെ കഴിഞ്ഞുപോയി, ഇനിയൊന്നും നന്നാവില്ല എന്നൊരു ചിന്ത നമ്മളിൽ പലപ്പോഴും വരാറുണ്ട്. അന്ത്യനാളിനെ കുറിച്ചുള്ള താക്കീത് ചെയ്യുന്ന പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ആ കാര്യം വളരെ സത്യമാണ്. പക്ഷേ ആ അന്ത്യനാളിനെ കൊണ്ടുവരേണ്ടത് നമ്മളല്ല. നമ്മൾ പ്രതികൂല കാലാവസ്ഥയിൽ പടപൊരുതേണ്ടവർ. അന്നത്തെ സാഹചര്യങ്ങൾ നമ്മൾ ദീനിന് അനുഗുണമാക്കേണ്ടതാണ്. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. കാഹളത്തിലൂടേണ്ടത് ഇസ്രാഫീലിൻ്റെ ഉത്തരവാദിത്തമാണ് അലൈഹിസ്സലാം. അടയാളങ്ങൾ നൽകേണ്ടത് അള്ളാഹുവിൻ്റെ രീതിയാണ്. നമ്മുടെ ബാധ്യത എന്താ? നമ്മുടെ ബാധ്യത ഫറോവയെപ്പോലും നന്മയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച മനുഷ്യൻ്റെ ബാധ്യതയാണ്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ. അവൻ അക്രമിയാണ്, അവൻ ധിക്കാരിയാണ്, അവനെ നന്നാക്കിയെടുക്കണം എന്ന് സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റബ്ബ് പറയുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, സത്യത്തിൽ ഒരു കളിയാക്കിയതാണെന്ന് പോലും തോന്നും. കാരണം ഇവൻ നന്നാവില്ല എന്ന് അള്ളാഹു ലോഹിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മൂസാ നബിയോട് പറയാം, ലഹു ഖൗലൻ ലയ്യനൻ ലഅല്ലഹു യദ്ദക്കറു ഔ യഖ്ഷ. അവൻ നന്നാവാനും സാധ്യതയില്ലേ, നല്ല നിലക്ക് ഒന്ന് പണിയെടുത്ത് നോക്കും. നന്നാവില്ലാന്ന് മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്, ഫിർഔൻ ഒരിക്കലും നന്നാമത്തെ ഒരാളാണ്. എന്നിട്ട് മൂസാ നബിയോട് എന്ത് പറഞ്ഞു? ലഅല്ലഹു യദ്ദക്കറു, ബൈ ചാൻസ് നന്നാവാലോ, നിങ്ങൾ പണിയെടുക്കി. തൻ്റെ നൈബറാണ്, ബഹുമാനപ്പെട്ട പുണ്യനബിയുടെ നൈബറാണ്, അയൽക്കാരനാണ് അബൂലഹബ് ലഅനത്തുല്ലാഹി. 13 കൊല്ലം തൻ്റെ അയൽവാസിയാണ്. ഈ ആൾ ഒരിക്കൽ നന്നാവില്ല എന്ന് അള്ളാഹു തആല അവൻ്റെ കലാമിൽ തീരുമാനിച്ചത്. എന്നാൽ പുണ്യനബിയെ എത്ര തവണയാണ് പറഞ്ഞയച്ചത്? ഒന്ന് പോയി പറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യവും രഹസ്യവുമായിട്ട് പുണ്യനബി സമീപിക്കണില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂലഹബിനെ? അപ്പോൾ ആ ഒരു രീതിയാണ്, ആ ഒരു ബാധ്യതയാണ് നമ്മുടേത്. ഇനിയിവിടെ ഒന്നും നന്നാവില്ല എന്ന് വിചാരിക്കരുത്. 2 നന്നാവും എന്ന് ഉറപ്പാണ്. ഉറപ്പ്. വലിയ വ്യത്യാസങ്ങൾ വന്നേ തീരൂ. ലോകം ഈ വെളിച്ചത്തിൻ്റെ പൊൻപ്രഭയേറ്റ് നിൽക്കുന്ന ദിവസങ്ങൾ ഇനിയും വരും. പക്ഷെ അന്ന് നമ്മളുണ്ടാവുമോ എന്നുള്ളത് അറിയില്ല.
നമ്മൾ ഉണ്ടാകണമെന്നുമില്ല. എന്തിനു നമ്മൾ ഉണ്ടാകുന്നു? ഒരു പക്ഷേ ഒരു റിലേയിൽ പങ്കെടുത്ത് ഒരു സ്റ്റിക്ക് വാങ്ങിയിട്ട് വളരെ ഫാസ്റ്റായിട്ട് അടുത്ത ആൾക്ക് എത്തിച്ചു കൊടുത്ത ആൾ അടുത്ത ഫ്ലൈറ്റിൽ കയറിയിട്ട് അയാളെ നാട്ടിലെത്തിയിട്ടായിരിക്കും ആ റിലേയിലെ ഫിനിഷിംഗ് പോയിന്റിൽ അവസാനത്തെ ആൾ എത്തുന്നത്. അന്ന് അയാൾ ആ നാട്ടിൽ പോലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒളിമ്പിക്സ് നടക്കുന്ന നാട്ടിൽ നിന്ന് അയാൾ ഒരുപക്ഷെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ഞാൻ പങ്കെടുത്ത റിലേയിലെ ഫിനിഷിംഗ് പോയിന്റിൽ അവസാനത്തെ ആൾ എത്തിച്ചേരുന്നത് ഇരുപക്ഷെ ഇയാൾ ടി വിയിൽ കാണായിരിക്കും വീട്ടിൽ. പക്ഷേ വിജയിച്ചതിൽ ഇയാളുണ്ട്. അല്ലേ? നിങ്ങൾ പറയും. അത്രയേ ഉള്ളൂ. നമ്മുടെ ബാധ്യത എത്രയേ ഉള്ളൂ. നാളെ എന്ത് നടക്കും അതൊന്നും നമ്മുടെ ബാധ്യതയല്ല. നമ്മൾ ഒരു കണ്ണാടിയുടെ പ്രതലം പോലെ ഈ ഉമ്മത്തിനെ ശുദ്ധീകരിക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ആ ബാധ്യത വീട്ടിൽ നിന്ന് തുടങ്ങണം. വീട് നന്നാവാതെ ആരും നന്നായിട്ടും കാര്യമില്ല. വീടാണ് അടിത്തറയുടെ പ്രചോദനം. എൻ്റെ ജീവിതത്തിൽ പ്രചോദനങ്ങളുടെയും പരിവർത്തനങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം ഞാൻ നിങ്ങളെ മുന്നിലിരിക്കുന്ന ഒരാളെന്ന നിലയിൽ പറയട്ടെ. എൻ്റെ അടിസ്ഥാന പ്രചോദനം എൻ്റെ വീടാണ്. എന്നിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഒന്ന് എൻ്റെ ഉമ്മ തന്നെയാണ്. അള്ളാഹു മരിച്ചിട്ടില്ല. അള്ളാഹു അവർക്ക് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഇന്നും എന്നെ മുറ്റത്തിറങ്ങി വന്ന് എൻ്റെ ഉമ്മ യാത്രയാക്കിയിട്ടാണ് ഞങ്ങളെ മുന്നിൽ ഇരിക്കുന്നത്. മനസ്സ് നിറയെ നന്മയുള്ള ഒരാളാണ്. അള്ളാഹു തആല അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മളെ ഉമ്മാർക്ക് മുഴുവൻ. അപ്പോൾ ആ ഉമ്മ ഏറ്റവും വലിയ ശക്തിയും പ്രചോദനവുമാണ്. ഏത് കാര്യത്തിനും ഏറ്റവും കൂടുതൽ തവക്കുലുള്ള ഒരാൾ എൻ്റെ ഉമ്മയാണ്. എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അത് സാരല്ല, അള്ളാഹു വിചാരിച്ചല്ലേ നടക്കും എന്ന് പറയും. അത് നമ്മളെ ജീവിതം മുഴുവൻ നമുക്ക് പ്രചോദനമായി. ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും ഒരു ബിസ്മി ചെല്ലാത്ത ഒരു സംഭവം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നല്ലോ ഉമ്മാക്ക്. എൻ്റെ ഒരു വിദ്യാർത്ഥി എൻ്റെ വണ്ടിയുടെ ഡ്രൈവർ കൂടിയാണ്. വിദ്യാർത്ഥിയാണ്, ഡ്രൈവറാണ്. ഈ കുട്ടി വീട്ടിൽ ഉമ്മയോട് പരിചയിച്ചതിൽ പിന്നെ അവൻ്റെ രീതിയും വ്യത്യാസപ്പെട്ടു. എന്ത് വാങ്ങണമെങ്കിൽ കൊടുക്കുകയാണെങ്കിലും ബിസ്മി ചെല്ലും. അത് ഉമ്മയുടെ ഒരു രീതിയാണ്. അള്ളാഹിനെ കണ്ടേ തുടങ്ങും. ഞാൻ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ നമ്മൾ നന്നാവേണ്ടത് അടിസ്ഥാനപരമായി നമ്മുടെ വീട്ടിൽ നിന്നാണ്. നന്നാക്കേണ്ടത് നമ്മുടെ സഹോദരിമാരാണ്. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ എന്ന ഈ ആയത്ത് തന്നെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരു ആയത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വിഷയം നിങ്ങളെ മുന്നിൽ തിരഞ്ഞെടുക്കുന്നത്. പറഞ്ഞാൽ കൊതി തീരാത്ത ഒരു വിഷയവുമാണിത്. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, നല്ല ഭൂമിയിലെ നല്ല സസ്യമുണ്ടാകൂ എന്നാണ്. ഭയങ്കര വാക്ക്, ഭയങ്കര എന്തൊരു ശക്തിയാണ് ആ വാക്കിന്. വൽബലദു ത്വയ്യിബ് വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകീദാ വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി, നല്ല ഭൂമിയിലെ നല്ല സസ്യം മുളക്കും. ഏതാണ് ഭൂമി എന്ന് വേറെ ആയത്തിലുണ്ട്. നിസാഉക്കും ഹർസുൽ ലക്കും, കൃഷിനിലങ്ങൾ പെണ്ണുങ്ങളാണ്. അപ്പോൾ നല്ല പെണ്ണുണ്ടായാലേ നല്ല നവോത്ഥാനം ഉണ്ടാവും. നല്ല പെണ്ണുണ്ടായാലേ നല്ല സൊസൈറ്റി ഉണ്ടാവും. നമ്മൾ വിചാരിക്കും നമ്മളാണ് ശില്പികൾ. അല്ല, അടിസ്ഥാന ശില്പികൾ പെണ്ണുങ്ങളാണ്. പെണ്ണുമായി കണ്ടുമുട്ടിയത് ആദം എന്ന ഒരു മനുഷ്യൻ അലൈഹിസ്സലാം ഭൂമിയിൽ വന്നു, ഇന്ത്യയിൽ ഇറങ്ങി. അങ്ങനെയാണ്. ഞാനതിൻ്റെ മറ്റു കാര്യത്തിലേക്കൊന്നും പോകേണ്ട. ഇറങ്ങിയത് ഇന്ത്യയിലാണ്. സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അതാണ് ഇന്ത്യയുടെ മഹത്വവും
ഇന്ത്യയെ തകർത്ത് കളയാമെന്ന് ആരും വിചാരിക്കരുത്. ഇന്ത്യ തകരില്ല. ലോകത്തെ അത്ഭുതത്തിൻ്റെ സംസ്കാരവും പേറി ഇന്ത്യൻ സംസ്കാരം ലോകത്ത് എണീറ്റ് നിൽക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഇവിടെ ഈ മനുഷ്യൻ്റെ ചേരുവകൾ, പരസ്പരമുള്ള ഈ സഹകരണങ്ങളൊക്കെ ഇല്ലാതെയാക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല. ഇവിടെ ആദമിൻ്റെ ബറക്കത്തുണ്ട് അലൈഹിസ്സലാം. അങ്ങനെയാണ് ആദമിൻ്റെ കുടുംബവും അലൈഹിസ്സലാം ഇന്ത്യ പാർത്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് നടന്നു പോയി 40 ഹജ്ജ് ചെയ്തു എന്നാണ് സയ്യിദ്ന ആദം. എന്തൊരു വാക്കാണത്! ഇന്ത്യയിൽ നിന്ന് നടന്നു പോയി 40 ഹജ്ജ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 39 ഹജ്ജ് കഴിഞ്ഞപ്പോഴും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു എന്നാണല്ലോ. ഇനി 40 കഴിഞ്ഞവിടെ പോയി എന്ന് ചോദിക്കേണ്ടതേ ഉള്ളൂ. അല്ല, ഇന്ത്യയിൽ നിന്ന് നടന്നു പോയിട്ട് ഹജ്ജ ആദമു മാഷിയം മിനൽ ഹിന്ദി 40 ഹജ്ജത്തൻ. ഇന്ത്യയിൽ നിന്ന് നടന്നു പോയി 40 ഹജ്ജ് ചെയ്ത ആൾ സയ്യിദ്ന ആദമാണ്. ആദമിൻ്റെ അടയാളം അലൈഹിസ്സലാം ഇപ്പോഴും കേരളത്തിലുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നവർക്ക് അന്വേഷിക്കുന്നത് നിങ്ങൾ ഉത്തരവാദിത്തമാണ്, എൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭൂമിയാണ്, അങ്ങനെയുള്ള സയ്യിദ്ന ആദം അലൈഹിസ്സലാം. ഉടനെ എൻ്റെ വിഷയം ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോയതാണ്. പിന്നെ ഭാര്യയും അന്വേഷിച്ച് നടക്കുകയാണ്. അത് വല്ലാത്തൊരു യാത്രയാണ്. പിന്നെ അവർ തമ്മിൽ കണ്ടുമുട്ടി. അത് അറഫയാണ്. കൃത്യമായി പറഞ്ഞാൽ ഒരു ദുൽഹജ്ജിൻ്റെ 9 ഉച്ചയ്ക്ക് ശേഷം കണ്ടുമുട്ടി എന്നാണ്. അതുകൊണ്ടാണ് എന്തിനും ഹജ്ജിൽ താമസിച്ചു ചെയ്താൽ മതി. പക്ഷേ അറഫയിൽ ഒരു എക്സ്ക്യൂസും ഇല്ല. അറഫയ്ക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. അറഫ ദുൽഹജ്ജ് 9 ഉച്ചയ്ക്ക് ശേഷം മുതൽ ദുൽഹജ്ജ് 10 സുബഹിക്ക് മുമ്പ് ചെന്നിരിക്കണം. അതിൻ്റെ പേര് തന്നെ അറഫ എന്നാണ്. കുടുംബിനിയും കുടുംബനാഥനും തമ്മിൽ അറിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യത്തെ കുടുംബം അറഫ, ആദ്യത്തെ കുടുംബത്തിൻ്റെ ഭൂമിയിലെ നിർമ്മാണം, അതാണ് അറഫ. അപ്പോൾ ഹജ്ജിൻ്റെ ആത്മാവ് കുടുംബാണ്. അവിടെ കുടുംബനാഥൻ്റെ മനസ്സിൻ്റെ സമാധാനം കുടുംബിനിയുടെ കണ്ടെത്തലാണ്. പിന്നെ പാരാപാരം പോലെ പരന്നൊഴുകിയ ഈ ജനകോടികൾ അവരിൽ നിന്നുണ്ടായി. പക്ഷെ അടിസ്ഥാനം അറഫയാണ്. അതാണ് കുടുംബത്തിൻ്റെ അടിസ്ഥാനം. ഹജ്ജിൻ്റെ അടിത്തറയും കുടുംബമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് ഖബറുകളും. ജബൽ അബി ഖുബൈസിലാണ് ആദമിൻ്റെ ഖബർ അലൈഹിസ്സലാം. ഹവ്വാ അവരുടെ ഖബർ ജിദ്ദയിലാണ്. അത് രണ്ടിൻ്റെയും ഇടയിലാണ് കഅബാലയം. അത് രണ്ടിൻ്റെയും ഇടയിൽ വെച്ചാണ് സയ്യിദ്ന ആദം എന്ന പുന്നോമന മകന് അള്ളാഹു നബുവത്ത് കൊടുത്തത്. എന്തൊക്കെ അത്ഭുതങ്ങളാണ്! അപ്പോൾ വാപ്പയും ഉമ്മയും കൂടെ അത് രണ്ടിൻ്റെയും ഇടയിലാണ് രണ്ടാമത്തെ പിതാവ് എന്ന് പറയുന്ന സയ്യിദ്ന ഇബ്രാഹിമിൻ്റെ കാലിൻ്റെ അടയാളം. ഇത് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംന വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. ആ ഇബ്രാഹിമിൻ്റെ ആ കൽപ്പാടം അലൈഹിസ്സലാം ജബൽ അബി ഖുബൈസിൻ്റെ താഴെയാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഹവ്വാഇൻ്റെ ഖബറാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു നവോത്ഥാനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിറങ്ങിയതും ഉമ്മയെ കൊണ്ട് തന്നെയാണ്. ഇവിടെ വന്നപ്പോൾ മനസ്സമാധാനം ഉണ്ടായത് ഉമ്മയെ കൊണ്ട് തന്നെയാണ്. അവിടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. സ്വർഗത്തിൽ നിറങ്ങാനുള്ള കാരണം ഹവ്വ പ്രേരിപ്പിച്ചു എന്നാണ്. ആരെ? സയ്യിദ്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെയാണ്. രണ്ടിനും മതി. പെണ്ണാണ് അടിത്തറ. അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ സസ്യമാണെന്ന് ഖുർആനിലുണ്ട്. വല്ലാഹു അംബതകും മിനൽ അർളി നബാതൻ എന്നാണ്. സൂറത്ത് നൂഹിലാണ് ആയത്. നോക്കൂ. വല്ലാഹു അംബതകും മിനൽ അർളി നബാത. അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ സസ്യമായി മുളപ്പിച്ചു. നമ്മൾ സസ്യമാണ്, മനുഷ്യൻ അതൊരു സസ്യമാണ്. അതായത് ഫീൽഡിൽ കൊണ്ടുപോയിട്ട് വിത്ത് വെക്കുക, പിന്നെ അങ്ങനെ കിളർത്തി വരും, പിന്നെ പറിച്ച് നടും. ഇതുപോലെ നമ്മൾ ചില നെല്ലൊക്കെ അങ്ങനെ ചെയ്യുമല്ലോ. അതായത് ഒരു വയലിൻ്റെ ഒരു കണ്ടത്തിൽ ആദ്യം
ഞാറുണ്ടാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യും? പറിച്ച് നടന്നല്ലേ. ഇത് തന്നെയാണ്, ഈ കൃഷിയാണ് മനുഷ്യൻ. അല്ലാഹു അംബതകും മിനൽ അർളി നബാത, സസ്യത്തെ വെച്ചത്. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشره كلا لما يقض ما أمره فلينظر الإنسان إلى طعامه أنا صببنا الماء صبا ثم شققنا الأرض شقا. പ്രകൃതിയുടെ ലൈംഗിക ബന്ധത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരമാണ്. ഭയങ്കര പ്രകൃതിയുടെ ഒരു പ്രജനനത്തിൻ്റെയും ബന്ധത്തിൻ്റെയും മനോഹരമായ ആവിഷ്കാരം. ഭൂമിയെ ഉമ്മയായിട്ടാണ് വേദങ്ങളൊക്കെ പറഞ്ഞത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാരതമാതാവ് എന്നാണ് പറയുക. മുസ്തഫ നബി ഭാരതമാതാവ് എന്നതിനേക്കാൾ ഒന്നുകൂടി വിശാലമായി പറഞ്ഞു, എല്ലാം മാതാവാണ്. യഹ്ഫദുൽ അർള ഫഇന്നഹാ ഉമ്മുക്കും, ഭൂമിയെ പേടിക്കുവീൻ, ഭൂമി നിങ്ങളുടെ മാതാവാണെന്ന് മുഹമ്മദ് നബി. എൻ്റെ കൂടെ വരണേ, നിങ്ങൾ നിൻ്റെ കൂടെ വന്നാലേ ഓടിച്ചു പോവുള്ളൂ. ഉമ്മയാണെങ്കിൽ മുകളിലാണ് പുരുഷത്വം, താഴെയാണ് മാതൃത്വം, പിതൃത്വം, മാതൃത്വം. മുകളിൽ നിന്ന് വെള്ളം വരും, താഴെ ഇങ്ങനെ ആ വെള്ളത്തെ സ്വീകരിക്കും, എന്നിട്ട് അങ്ങോട്ട് മുളപ്പിക്കും. പ്രകൃതിയുടെ രീതി അങ്ങനെയാണ്. ഞാനിപ്പോൾ വലിയൊരു ആശയമാണ് നിങ്ങളെ മുന്നിലേക്ക് വെച്ചത്. ഇത് ഖുർആൻ്റെ ആശയമാണ്. ഞാൻ പറഞ്ഞതുകൊണ്ട് വലിയതായതല്ല, ഖുർആൻ്റെ ആശയം. ഇനി പറഞ്ഞു കൊണ്ടുവരുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചാവും. അല്ലാഹു അംബതകും മിനൽ അർളി നബാത, അല്ലാഹു അംബതകും മിനൽ അർളി നബാത, ഭൂമിയിൽ നിന്ന് നിങ്ങളെ സസ്യമായി മുളപ്പിച്ചു. സസ്യം, എല്ലാം സസ്യം. അപ്പൊ എവിടെയാണ് മുളച്ചത്? മാതാവിൻ്റെ മടിത്തട്ടില. ആരാ മാതാവ്? പെണ്ണാണ്. മാതാവിലേക്കാണ് ചേർക്കുന്നത്. കുല്ലുക്കും മിൻ ആദമ വ ആദമ മിൻ തുറാബ്. അപ്പോൾ ബാപ്പയിലേക്കല്ല നമ്മളെ, മുകളിൽ ബാപ്പയും താഴുമ്മയുമാണ്. മനസ്സിലായില്ല? അങ്ങനെയാണ്. അതായത് മുകളിൽ നിന്ന് വെള്ളം വന്നു, താഴെ മുളപ്പിച്ചു. അങ്ങനത്തെ ആ ശൈലി തന്നെയാണ്. ഭൂമി അങ്ങനെയാണ്. ഭൂമി മുകളിൽ നിന്ന് വെള്ളം വരും, ഭൂമി അങ്ങനെ കിടക്കും. അതിനെ മുളപ്പിക്കാൻ കഴിയില്ല. വെള്ളം മുകളിൽ നിന്ന് വരണം. അതൊരു തരം ബന്ധമാണ്, ശാരീരിക ബന്ധമാണ്. അങ്ങനെയാണ്. وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. മുകളിൽ നിന്ന് വെള്ളം വരുമ്പോൾ അങ്ങനെ മുളക്കും. നമ്മൾ സസ്യങ്ങളാണെന്ന് ആയത്തിൽ പറഞ്ഞു. നമ്മൾ സസ്യങ്ങളാണെന്ന് ആയത്തിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ കിളിർത്തതാണ് സത്യത്തിൽ നമ്മുടെ അടിത്തറ. നമ്മൾ മണ്ണിൽ നിന്നാണെന്ന് ഹദീസിലും പറഞ്ഞു. ബാപ്പയിലേക്കല്ല ചേർത്തിയ, ഉമ്മയിലേക്കാണ്. ഹദീസ് ഇങ്ങനെയാണ്, കുല്ലുക്കും മിൻ ആദമ വ ആദമ മിൻ തുറാബ്. നിങ്ങൾ മണ്ണിൽ നിന്നാണ്. ഉമ്മയിലേക്ക് ചേർത്ത് പറഞ്ഞോളൂ. മനസ്സിലായില്ല? നിങ്ങൾ ഉമ്മയാണ് ആര്? ഭൂമി ഉമ്മയാണ്. ഭൂമിയെ ഉമ്മ തന്നെ മുഹമ്മദ് നബി പറഞ്ഞത്. ഭാരത മാതാവ് എന്നതിന് ഒന്നുകൂടി വിശാലമാക്കി പറഞ്ഞു, ഭൂമി മാതാവ്. യഹ്ഫദുൽ അർള ഫഇന്നഹാ ഉമ്മുക്കും. ഭൂമിയെ പേടിക്കണം, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. മാമിൻ അമലിൻ ഉമില അലൈഹ ഇല്ലാ വഹിയ മുഖ്ബിറ. അതിൻ്റെ മുകളിൽ കിടന്ന് എന്ത് ചെയ്താലും അത് വിളിച്ചു പറയും. ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. ഭാരത മാതാവ് എന്ന് പറയുന്നതിന് ഒന്ന് വിശാലം. ഭാരതവും മാതാവ്, ഭാരതം മാതാവ് എന്ന് മാത്രമല്ല, ചീൻ അറബ് ഹമാര, ഹിന്ദുസ്ഥാൻ ഹമാര, മുസ്ലിം ഹേ ഹം വതൻ ഹേ, സാരെ ജഹാൻ ഹമാര. ഒക്കെ നമ്മുടേതാണ്. ചൈനയും നമ്മുടേതാണ്, അറബിയും നമ്മുടേതാണ്, ഒക്കെ നമ്മുടേതാണ്. എവിടെ ധർമ്മമുണ്ടോ അതെല്ലാം നമ്മുടേതാണ്, ഒക്കെ നമ്മുടേതാണ്.
അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉമ്മയിലേക്കാണ് നമ്മളെ ചേർത്ത് നിന്ന്. ഉമ്മ ഭൂമിയാണ്, ഉമ്മയിലാണ് നമ്മൾ ഉമ്മയെന്നാണ് ഉണ്ടായത്, ഉമ്മയിലാണ് ലയിക്കുന്നത്. ഭൂമിയിലേക്ക് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. അപ്പോൾ ഇവിടെ അടിസ്ഥാനമായി ശ്രദ്ധിക്കപ്പെടുന്ന ഉമ്മയാണ്. അതുകൊണ്ട് ഈ മണ്ണിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാവും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മണ്ണിൻ്റെ പണി ഇവിടെ ചെയ്തു തരുന്ന ആൾ ആരാണ്? പെണ്ണാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഈ സസ്യം ഈ ഭൂമിയിൽ കിളിർക്കുന്നതിന് പകരം നമ്മളെ കിളിർപ്പിക്കുന്നത് പെണ്ണിൻ്റെ ഫീൽഡാണ്, പെണ്ണാണ്. മാതൃരാജ്യം, മാതൃഭാഷ അങ്ങനെ പറയാം. പിതാവിൻ്റെ രാജ്യവും അത് തന്നെയാണെങ്കിലും പിതൃരാജ്യം എന്ന് പറയൂല. അല്ലേ? അങ്ങനെ പറയേ അല്ലേ? അങ്ങനെയല്ലേ പറയാ? പിതൃരാജ്യം എന്ന് പറയില്ല. മാതാവിൻ്റെ പിതാവിൻ്റെ രാജ്യം എന്നാണെങ്കിലും മാതൃരാജ്യം എന്ന് പറയാം, മാതൃഭാഷ എന്ന് പറയാം. അങ്ങനെയാണ്. ഒക്കെ മാതാവിൽ നിന്നാണ്, എല്ലാം മാതാവിൽ നിന്നാണ്. മാതാവ് നന്നായാൽ ലോകം നന്നാവും. ഉപ്പ നേരത്തെ മരിക്കുന്നുണ്ട്, യതീമായിട്ടാണ് ജനിക്കുന്നത് പുണ്യനബി. പിന്നെ ആ മനുഷ്യനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തുന്നത് ഉമ്മയാണ്. ഉമ്മയുടെ ഖബറിൻ്റെ അരികിലെത്തിയപ്പോൾ ഫബകാ വഅബ്കാ മൻ ഹൗലഹു, കരയുകയും കൂടെയുള്ളവരെ കരയിപ്പിക്കുകയും ചെയ്തു എന്ന് ഹദീസിൽ കാണാം. കരഞ്ഞു, കരയിപ്പിച്ചു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇവിടെ നന്നാവേണ്ടത് അടിസ്ഥാനപരമായി നമ്മുടെ സഹോദരിമാരാണ്. അവർ നന്നായില്ല എന്നല്ല, അവർക്കെല്ലാം ഉണ്ടാകും. അവരിൽ എല്ലാവിധ സംസ്കാരങ്ങളും വിളയണം. അവരുടെ കാര്യത്തിൽ നമ്മളാവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത്. ഇത് ഈ വിഷയത്തിൽ ഗഹനമായ ചർച്ചകൾ നടക്കാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഒരു സാമ്പ്രദായിക ശൈലിയിലൊന്നും ആവില്ല ഞാനിതിനോട് പറയുന്നത്. ഞാൻ അവിടുന്ന് ലേശം കൊണ്ട് പുറത്തേക്ക് തോട് പൊട്ടിച്ച് ചാടിയിട്ട് പറയുകയാണ്. അതായത് കുടുംബിനി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ സാധാരണ ഓടുന്ന കണ്ടെത്തുന്ന രീതിയൊന്നുമല്ല ഞാൻ തൽക്കാലം നിങ്ങളോട് പറയുന്നത്. ഞാൻ പറയുന്നത് പ്രവിശാലമായ ഒരു നന്മയും സംസ്കാരവും നിലനിൽക്കുന്ന ഒരു വീടാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിലെല്ലാം വേണം. അൽ ബൈത്തുൽ വാസിഅ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങളിൽ ഭൗതിക സുഖങ്ങളിൽപ്പെട്ടത് ഒന്ന് മർക്കബ് സ്വാലിഹും ബൈത്തുൽ വാസിഅമാണ്. അവനവനെ യോജിക്കുന്ന ഒരു വിശാലമായ വീടുണ്ടാവുക. ഒരു വീടൊരാൾക്ക് വേണം. ഒരു മനുഷ്യന് സ്വാലിഹായ ഭാര്യ ഉണ്ടാവുക, പിന്നെ വാസിയായ വീടുണ്ടാവുക. വാസിയായ വീട് എന്ന് പറഞ്ഞാൽ അവന് അനുയോജ്യമായ, അവന് വേണ്ടിയുള്ള ഒരു വാസിയായ വീട്. ആവശ്യമില്ലാതെ വീട് കൂട്ടിയിട്ട് അവിടെ പിശാചിനെ പാർപ്പിക്കരുത് എന്ന് പുണ്യനബി. കാഴ്ചപ്പാട് ഒന്നാണ്, വളരെ ഗൗരവമായി ചിന്തിക്കണം. വലിയ വീടുണ്ടാക്കുക, അതിനനുസരിച്ച് ആളുണ്ടെങ്കിൽ നല്ല വീടുണ്ടാക്കുക. അതിനനുസരിച്ച് ആളുണ്ട്, കുടുംബമാണ്, തറവാടാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കുക. കുറച്ച് ആളുകൾ വരുന്ന വീടാണ്, അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ല കാര്യമാണ്. അതൊരു കുറ്റപരമായ അവനവനായി മതിയായ രൂപത്തിലായിരിക്കണം അതിൻ്റെ. അള്ളാഹു എല്ലാവർക്കും നല്ല വീട് തരട്ടെ. അങ്ങനെ വീടില്ലാത്തവൻ മിസ്കീനാണ്. വീടില്ലാതിരിക്കൽ ഒരു മനുഷ്യനെ മിസ്കീനാകുന്ന അവസ്ഥയിലേക്ക് ചേർക്കും. അള്ളാഹു അവസ്ഥയെ തുടർന്ന് നമ്മൾ കാക്കട്ടെ. 3 കാര്യമുണ്ടെങ്കിൽ അവന് ഈ ലോകത്തെ സമുന്നതനായിരിക്കുമെന്ന് മുഹമ്മദ് നബി. 3 കാര്യം ഉണ്ടായാൽ മതി, അവനെല്ലാമാണ്. അവൻ ടാറ്റയുടെയും ബെർലിയുടെയും ബിൽഗേറ്റ്സിൻ്റെയും ഒക്കെ മേലെയാണ്. 3 കാര്യം ഉണ്ടായാൽ മതി. മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി, ആരുടെ മുഖത്തെയും നീരസം കാണാതെ എണീക്കാവുന്ന ഒരു വീട് ഒരാൾക്കുണ്ടാവുക. കിടന്നുറങ്ങി എണീക്കാൻ ഒരു വീടുണ്ടാവുക. മുആഫിൻ ഫീ ബദനിഹി, അന്ന് ആരോഗ്യമുണ്ടാവുക. വഇൻദഹു ഖൂതു യൗമിഹി, അന്ന് കഴിക്കാനുള്ള ഭക്ഷണവും ഉണ്ടാവുക. അന്ന് നാളത്തെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട. വലം യഉദ്ദ ഗദം മിൻ അയ്യാമിഹി, ഒരാൾ നന്നാവണമെങ്കിൽ നാളെ എന്ന വാക്ക് അവൻ്റെ നിഘണ്ടുവിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ്. നാളെ എന്തോ ആവാം, ഇന്നത്തെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. മനസ്സിലായില്ലേ പറഞ്ഞത്? നാളെ ഉണ്ടായിട്ടില്ലല്ലോ. മിക്കവാറും ചിലപ്പോൾ നാളെ എവിടെ ആയിരിക്കും? മണ്ണിനടിയോ, അതായിരിക്കും നമ്മുടെ വീട്. അപ്പോൾ ഇന്ന് താമസിക്കാൻ നല്ലൊരു വീടുണ്ടാവുക. പിന്നെ മുആഫിൻ ഫീ ബദനിഹി, അന്ന് ആരോഗ്യം ഉണ്ടാവുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആരോഗ്യം വലിയ കാര്യമാണ്. അവിടെയാണ് ഞാൻ പെണ്ണുങ്ങളോട് ഗൗരവമായി ചില കാര്യങ്ങൾ പറയാൻ പോകുന്നത്. വസിഹത്തു ഖൈറും മിനൽ ഗിനാ, സമ്പത്തിനേക്കാൾ വലുത് ആരോഗ്യമാണെന്ന് മുഹമ്മദ് നബി.
ലാ ബഅസ ബിൽ ഗിനാ ലിമൻ ഇത്തഖ. അല്ലാഹനെ പേടിക്കുന്നവർക്ക് ധനം ഉണ്ടായത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വസ്സിഹത്തു ഖൈറും മിനൽ ഗിനാ, സമ്പത്തിനേക്കാൾ വലുത് ആരോഗ്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ. കാരണം സമ്പത്ത് അനുഭവിക്കണമെങ്കിലും ആരോഗ്യം വേണം. ഇങ്ങനെയൊക്കെ ആരോഗ്യമുണ്ടെങ്കിൽ സമ്പത്തില്ലെങ്കിലും മറ്റൊരാളുടെ സമ്പത്തിൽ നിന്നെങ്കിലും ഇയാൾ അനുഭവിക്കും. അല്ലെ? അങ്ങനെയല്ലേ നിങ്ങൾ പറയും? നിങ്ങൾ ആലോചിക്കൂ. ചെറുപ്പകാലത്ത് ചായയിൽ പഞ്ചസാര ഇട്ട് കുടിക്കാൻ പോലും കഴിവില്ല. അങ്ങനെയോ കള്ളലാഞ്ചിക്ക് പോയിട്ട് കുറച്ച് പൈസയൊക്കെ ആയി മടങ്ങി വന്നു. പഞ്ചസാരയുടെ ഫാക്ടറികളൊക്കെ ഉണ്ട്, കരിമ്പിൻ്റെ തോട്ടങ്ങൾ ഇഷ്ടം പോലെ കർണാടകയിലൊക്കെ കുറേ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നാട്ടിലുള്ള പഞ്ചസാര ഗോണികളും ചാക്കകളും എല്ലാ പഞ്ചസാരയുടെ ഗോഡൗണുകളും മുഴുവനും മുതലാളിയുടേതാണ്. പക്ഷെ മുതലാളിയുടെ ചായക്ക് പറ്റില്ല. ഒരു കാലത്ത് പഞ്ചസാര ഇട്ട് കുടിക്കാൻ കഴിവില്ലാതെയും പോയി, ഒരു കാലത്ത് ഷുഗറായിട്ട് പോയിട്ട് ചുരുക്കത്തിൽ ദുനിയാവിൽ നരകം. ഇത് ഭാഗ്യക്കേടാണ്. ഒരു കാലത്ത് ആട്ടുമാംസം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കൊടിയാണ്, കിട്ടാനില്ല. പിന്നെ അങ്ങനെ കൊണ്ട് പോയി കച്ചവടമൊക്കെ ചെയ്ത് ബോംബെ പോയി പൈസയൊക്കെ ആയി. ഇപ്പോൾ ആടത്തേക്ക് മാഞ്ചിയം എന്ന് പറയും പോലെ ഇഷ്ടം പോലെ ആട്ടിൻ്റെ കൂട്ടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കഷ്ണം പോലും അത് പറ്റില്ല. അത് ഒരു കഷ്ണം ആട്ടുമാംസം എങ്ങാനും കൂട്ടി പോയാൽ 2 ആഴ്ച ആശുപത്രി കിടക്കേണ്ടി വരും. നേരെ മറിച്ച് എവിടുന്നോ വന്ന ഒരു സാധുവായ ഒരു ഭിക്ഷക്കാരൻ വീട്ടിൻ്റെ മുന്നിൽ വെച്ച് ആട്ടിറച്ചിയും കറിയും ചോറും മുതലാളിയുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ കഴിക്കും. മുതലാളി കയറുന്ന ഇരിക്കല്ലാതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യം ആരോഗ്യമാണ്. സമ്പത്തിനേക്കാൾ വലുത് ആരോഗ്യമാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയൊക്കെ വലിയ കാര്യം നമ്മളെ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പം ഇതൊക്കെ കരുതിയാണ് ഒന്ന് വിശാലമായി ചിന്തിക്കണമെന്നാണ്. സംസ്കാരം എന്താണെന്നറിയോ? നമ്മളെപ്പറ്റി ഇന്ന് പറയാം ഒരു സംസ്കാരമില്ലാത്ത ആളുകൾ എന്നാണ്. ഏതോ ഒരു ചാനലിൽ മുൻഷി എന്നൊരു കഥാപാത്രം ഉണ്ട് അത്ര. ഇതാ ചാനലിൽ എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ പറയാത്തത് കേട്ടോ. എനിക്കങ്ങനെ ഞാൻ ചാനൽ എങ്ങനെ ഫോളോ ചെയ്ത് കാണുന്നത് എന്നാൽ ഞാൻ 1-2 തവണ ഇത് കണ്ടിട്ടുമുണ്ട്. എവിടെ വെച്ചോ 1-2 തവണ എവിടെയോ വെച്ച് ഞാൻ ഇതിൻ്റെ ഇത് 1-2 കണ്ടിട്ടുണ്ട്. അതേതാണ് ചാനൽ നിനക്കറിയില്ല. അതിലേറ്റവും അപരിഷ്കൃതനായി അവതരിപ്പിക്കപ്പെടുന്ന ആൾ മാപ്പിളയാണ്, മുസ്ലിമാണ്. അല്ലേ? നിങ്ങൾക്കറിയാം ഏതാ ചാനൽ? ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ. എല്ലാം മുന്നിൽ നിന്നും വേക്കുന്നൊക്കെ മഹാന്മാർ പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ടാണ്. അല്ല, സ്റ്റേജിൻ്റെ മുകളിൽ നിന്നാണ് കാര്യമായി പറഞ്ഞത്. അല്ല, എല്ലാ മഹാന്മാർക്കും അറിയും ഏഷ്യാനെറ്റാണ്. എനിക്കറിയാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അതിനങ്ങനെ ഫോളോ ചെയ്യുന്ന ആളൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് നോക്കണേ, അവിടുത്തെ ഏറ്റവും അപരിഷ്കൃതനായി അതിൽ കാണപ്പെടുന്ന ആള് മുസ്ലിമാണ്. എന്നാൽ ലോകത്ത് സംസ്കാരം കാണിച്ചത് ഈ മതല്ലേ. യൂറോപ്പിനെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി തഞ്ചയിൽ നിന്ന് ജീവൻ പണയപ്പെടുത്തി നീന്തിയവരാണ് അസ്ഹാബ് മുഹമ്മദിൻ. അതിനുവേണ്ടി പൊയ്ക്കോളൂ, ലോകത്തിന് സംസ്കാരം പഠിപ്പിച്ചു വരൂ എന്ന് പറഞ്ഞയച്ചു. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഓടുകയാണ് ഓരോരുത്തരും ഓടിയത്. ഓടുക തന്നെ. എങ്ങോട്ടൊക്കെ ഓടിയത്? ഈജിപ്തിൽ പോയി, പിന്നെ ഫലസ്തീനിൽ പോയി, ലിബിയയിൽ പോയി, സഹാറ മരുഭൂമിക്ക് മുറിച്ചു കടന്ന് സുഡാൻ കടന്ന് മൊറോക്കോയിൽ പോയി. മൊറോക്കോയിൽ നിന്ന് യൂറോപ്പിലേക്ക് കടക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബിൻ നാഫിഅ റളിയല്ലാഹു അൻഹുവിനെ കപ്പൽ കിട്ടാതെ പൊട്ടിക്കരഞ്ഞു പോയി. പിന്നീട് താരിഖ് ബിൻ സിയാദ് വന്നിട്ട് താരിഖ് ബിൻ സിയാദ് യൂറോപ്പിലേക്ക് കയറി. ആ താരിഖിൻ്റെ ഓർമ്മക്കാണ് യൂറോപ്പിൻ്റെ കവാടത്തിന് ജിബ്രാൾട്ടർ എന്ന് പേര് വെച്ചത്. സ്പെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം ജിബ്രാൾട്ടറാണ്. ജിബ്രാൾട്ടർ എന്നാൽ ജബൽ ത്വാരിഖ് എന്നാണ് അതിൻ്റെ അടിസ്ഥാനം. താരിഖ് ബിൻ സിയാദ് അഥവാ യൂറോപ്പിൻ്റെ സാംസ്കാരിക പ്രഭവസ്ഥാനം സ്പെയിനാണ്. സ്പെയിനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്ന് ജിബ്രാൾട്ടറാണ്. അഥവാ താരിഖ് ബിൻ സിയാദ് വന്ന് കപ്പലിറങ്ങിയപ്പോൾ ആദ്യമായി മുന്നിൽ കണ്ട പർവ്വതത്തെ പിന്നെ താരിഖിലേക്ക് ചേർത്ത് വിളിച്ചു. ജബൽ ത്വാരിഖ്, ജബൽ ത്വാരിഖ് എന്ന് വിളിച്ചു. ജബൽ ത്വാരിഖാണ് പിന്നീട് ജിബ്രാൾട്ടറായത്. അവിടെ നിന്നാണ് യൂറോപ്പിൻ്റെ സംസ്കാരം ആരംഭിക്കുക. യൂറോപ്പിനോട് വിവരവുമില്ലാണ് അൽക്കൗഫിലുണ്ട്. സെൻട്രൽ ഏഷ്യയിൽ പോയി ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ മടങ്ങിപ്പോന്നു. സെൻട്രൽ ഏഷ്യയിൽ നിന്ന് മടങ്ങി, യൂറോപ്പിലേക്ക് കയറിയില്ല. അസർബൈജാൻ്റെയും അർമേനിയയും ഇടയിൽ ഒരു കെട്ട് കെട്ടിയിട്ട് ലാ യക്കാദൂന യഫ്ഖഹൂന ഖൗല, ഒരു ബോധമില്ലാത്തവർ എന്ന് പറഞ്ഞ് മടങ്ങേണ്ടി വന്നു. ആർക്ക്? ദുൽഖർനൈൻ. അതിൻ്റെയും അപ്പുറത്താണ്, സെൻട്രൽ ഏഷ്യക്കും അപ്പുറത്താണ് യൂറോപ്പ്. അപ്പോൾ ഒരു ബോധവും അവർക്കില്ല.
പക്ഷെ ആ ബോധം പിന്നെ കൊടുത്തത് ആരാണ്? എല്ലാ സംസ്കാരവും അവർക്ക് കാണിച്ചത് മുഹമ്മദ് എന്ന മനുഷ്യനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ്റെ അനുയായികൾ അതിർത്തിയില്ലാതെ ഓടിയിട്ട് ലോകത്ത് ഈ വെളിച്ചത്തിൻ്റെ സ്തൂപത്തെ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഒരു ലൈറ്റ് ഹൗസിനെ പോലെ സ്ഥാപിച്ചു ഉമ്മത്ത് മുഹമ്മദിൻ. നമ്മളിൽ നിന്ന് സംസ്കാരം കടം വാങ്ങിക്കൊണ്ടുപോയവർ ഇപ്പോൾ നമ്മളെ കൊഞ്ഞനം കുത്തുകയാണ്. നമുക്ക് സംസ്കാരമില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ ആ നിലക്കുള്ള ഒരു വ്യത്യാസം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. വീട്ടിൻ്റെ സംസ്കാരം മക്കളുടെ സംസ്കാരമായി മാറും. വീട്ടിൻ്റെ സംസ്കാരമാകട്ടെ ഉമ്മയുടെ സംസ്കാരമാണ്. അപ്പോൾ അതിന് സംബന്ധമായ ചില കാര്യങ്ങൾ ഗൗരവമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഈ പ്രഭാഷണത്തിൻ്റെ അടിത്തറയും അതിൻ്റെ മടിത്തട്ടും. എൻ്റെ സഹോദരിമാർ ഇത് പഠിക്കുകയും ഇത് മനസ്സിലാക്കുകയും വേണം. എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം. വൽ മർഅതു റാഇയ വമസ്ഊലത്തുൻ അൻ ബൈതി സൗജിഹ എന്ന പുണ്യനബി വീട്ടിൻ്റെ ഭരണാധികാരി പെണ്ണാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. വീട്ടിൻ്റെ ഭരണം അവരുടെ ചോയ്സ് അനുസരിച്ചായിരിക്കും ആ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ അവിടെ നന്നാവേണ്ടത് അവളാണ്. അതിന് പുണ്യനബി പറഞ്ഞ വാക്ക് റാഇയാണ്. വൽ മർഅതു റാഇയ കുല്ലുക്കും റാഇൻ, നിങ്ങളൊക്കെ ഭരണാധികാരികളാണ്. കുല്ലുക്കും മസ്ഊലൻ അൻ റഅയ്യതിഹി, അവനവൻ്റെ ഭരണീയരെ കുറിച്ച് അവനവനോട് ചോദ്യം ചെയ്യപ്പെടും. വൽ മർഅതു റാഇയ, വീട്ടിൻ്റെ ഭരണാധികാരി പെണ്ണാണെന്ന് മുഹമ്മദ് നബി. അപ്പോൾ ഭരണാധികാരി യഥാ രാജ തഥാ പ്രജ എന്നല്ലേ പ്രമാണം. നിങ്ങൾ എന്താ മിണ്ടാതിരിക്കണം? മനസ്സിലായില്ലേ? വൽ മർഅതു റാഇയ, വീട്ടിലെ ഭരണാധികാരി പെണ്ണാണ്. യഥാ രാജ തഥാ പ്രജ, അങ്ങനെയാണ്. ലിയോ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് ആരംഭിക്കുന്നത് രാജാക്കൾ ചരിത്രം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. രാജാക്കളാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ഇതാണ് വാർ ആൻഡ് പീസിലെ ഏറ്റവും മനോഹരമായ ഭാഗം. അത് പറഞ്ഞുകൊണ്ടാണ് ടോൾസ്റ്റോയി തൻ്റെ ഗ്രന്ഥരചനയിലേക്ക് തുടങ്ങുന്നത് തന്നെ. വീട്ടിൻ്റെ രാജാവാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ഏത് നാട്ടിലും അങ്ങനെയാണ്. വീട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന ആൾ ആരായിരിക്കും? ഉമ്മയാണ്. കാരണം അവിടുത്തെ രാജാവ് ഉമ്മയാണ്. അതിനർത്ഥം ആണിന് അധികാരമില്ല എന്നല്ല. മക്കൾ എന്ന ഈ ഒരു സമൂഹം ഇവിടുന്ന് രൂപപ്പെട്ടു വരണം. അവർ നന്നാവണം. അള്ളാഹു നമ്മെ നന്നാക്കട്ടെ. അതല്ല സത്യമല്ലേ? നിങ്ങൾ ചിന്തിക്കുക. ലോകത്ത് നന്നായവർക്ക് പിന്നിലൊക്കെ ഒരു നല്ല ഉമ്മയുണ്ട്. ഈസ. എന്താണ് ഈസ? എൻ്റെ ജീവിതത്തിന് എനിക്ക് കാണാൻ കൊടിയുള്ള ഒരാൾ സയ്യിദുനാ ഈസ അലൈഹിസ്സലാം. ഭയങ്കര. ഞാൻ ഈസ നബിയെ കുറിച്ച് പഠിച്ചപ്പോൾ എൻ്റെ മനസ്സ് കാണാൻ ഭയങ്കര കൊടിയാണ്. മഹ്ശറിൽ കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഭയങ്കര. ഈസ നബി നന്നാ ഇദാ റഫഅ റഅസഹു തഖ്തുറു മിൻഹു ജുമാനുൻ കല്ലുഉലുഇ എന്ന റസൂലുള്ളാഹി. വിയർപ്പ് ഇങ്ങനെ ഒഴുകും. ഭയങ്കര ഒരാളാണ്. ഭയങ്കര ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വിയർപ്പാണ്. ഒലിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര. ശരീരത്തിൻ്റെ ഉൾച്ചൂടായിരിക്കും അതിന് കാരണം. മുത്തുകൾ പോലെയുള്ള വിയർപ്പ് മണികൾ ഉതിർന്ന് വീണുകൊണ്ടേയിരിക്കും ഈസയിൽ നിന്ന് അലൈഹിസ്സലാം. ഭയങ്കര ആളാണ്. ഇദാ റആഹു അദുവുല്ലാഹി യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. ആ മനുഷ്യനെ അള്ളാഹിൻ്റെ ശത്രുവായ ദജ്ജാൽ കണ്ടാൽ ദജ്ജാൽ ഉരുകിത്തീർന്നു പോകും. ആരെ കണ്ടാൽ? ഈസാ നബി അത്രയും മഹാനാണ് സയ്യിദുനാ ഈസ. ഇനി എന്താണ് ഈസയുടെ കാരണം? ഈ ഈസക്ക് ഒരു കാരണമുണ്ട് അലൈഹിസ്സലാം. അതിനേക്കാളൊക്കെ എത്രയും മേലെയാണ് സയ്യിദുനാ മുഹമ്മദ്. പക്ഷെ റസൂലുള്ളാഹി വർണ്ണിച്ച് പറഞ്ഞപ്പോൾ ഒരു കൊതിയായി. ഭയങ്കര കൊതിയാണ്. ഞാൻ സത്യം പറയാം, എനിക്ക് ഈസാ നബിയെ കാണാൻ ഭയങ്കര കൊതിയാണ്. അള്ളാഹു തആല മഹ്ശർ കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. അതിന് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർണ്ണനയാണ്. അതിലങ്ങോട്ട് ലയിച്ചു വന്നു. ഭയങ്കര വർണ്ണനയാണ്. ആ മനുഷ്യനിങ്ങനെ വന്നാൽ മതി, ലോകത്തെ സംസ്കാരം നന്നാവും. എല്ലാ വൃക്ഷങ്ങളും മനോഹരമായി പുഷ്പിക്കും. എല്ലാ വൃക്ഷങ്ങളിലും എമ്പാടും കായുണ്ടാവും. ഒരു വലിയ സംഘം ആളുകൾക്ക് ഒരു റുമ്മാൻ പഴം മതിയാവും. അതിന് മാത്രം റുമ്മാൻ പഴം എല്ലാം 40 കൊല്ലം ഭൂമിയിൽ സമൃദ്ധി ഉണ്ടാകും. ആ 40 കൊല്ലം ജീവിച്ച് ഭരണം നടത്തി പുണ്യനബിയുടെ കാൽക്കീഴിൽ മരിച്ചു കിടക്കും സയ്യിദുനാ ഈസ. എന്താണ് ഈ ഈസയുടെ അടിത്തറ അലൈഹിസ്സലാം? എന്താ? മറിയം ഇബ്നത ഇമ്രാൻ ومريم ابنة عمران التي أحصنت فرجها ونفخنا فيه من روحنا
وصدقت بكلمات ربها وكتبه وكانت من القانتين وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها ومريم ابنة عمران التي أحصنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. അതിൻ്റെ പിന്നിൽ ഒരു പെണ്ണുണ്ട്. ആരാണ് ആ പെണ്ണ്? മറിയം റളിയല്ലാഹു അൻഹ. അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് ആ ഉമ്മയെ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഭയങ്കരമല്ലേ അത്? ഞാൻ വിശദീകരിക്കുന്നില്ല. ഭയങ്കര. ആ പെണ്ണിൻ്റെ അവയവത്തെ പോലും അല്ലാഹു മഹത്വപ്പെടുത്തി. ഞാൻ പണ്ഡിത വിദ്യാർത്ഥികൾക്ക് ഒരു ചിന്തിക്കാനൊരു വഴിയിട്ട് തരികയാണ് ഈ വഴിയിലൂടെ. ഫീഹി എന്ന ആ ഫീഹി എന്ന വാക്കിൻ്റെ ആ സൂചനാനാമം മടങ്ങുന്ന ഭാഗം നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. എന്താണ് പറഞ്ഞത്? വനഫഖ്ന ഫീഹി മിൻ റൂഹിനാ. ആ പെണ്ണിൻ്റെ അവയവത്തിൻ്റെ മഹത്വം പോലും പറഞ്ഞു. ആ അവയവത്തിലാണ് നാം ഈസയെ നിക്ഷേപിച്ചത് എന്ന് പറഞ്ഞു അലൈഹിസ്സലാം. അപ്പം അത്രയും നോക്കൂ നിങ്ങൾ, അത്രയും പരിശുദ്ധയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ലോകം കണ്ട ഒരു വലിയ മഹാനാണ് സയ്യിദ്ന ഇസ്മായിൽ. ഒരു പെണ്ണുണ്ട്. എന്താ പെണ്ണ്! ഭയങ്കര ഒരു കുടുംബിനി ഉണ്ട് അതിൻ്റെ പിന്നിൽ. ഹാജർ ഒട്ടകത്തെ ഒന്നിങ്ങനെ തടഞ്ഞു. ഒട്ടകത്തെ തിരിച്ചപ്പോൾ ഒട്ടകത്തെ തടഞ്ഞു. അപ്പോഴും ഇബ്രാഹിം ഒട്ടകത്തെ മുന്നോട്ടെടുത്തു. അപ്പോൾ ചോദിച്ചു, ബിഹാദാ ഉമിർത്, എന്നെ ഇവിടെ തനിച്ചാക്കി പോകണമെന്ന് കൽപ്പനയുണ്ടോയെന്ന് വെച്ചു. ഞാൻ അപ്പോൾ പറഞ്ഞു, നിങ്ങളോട് കൽപ്പിച്ചാൽ എന്നെ സംരക്ഷിക്കും, പോയിക്കോളൂ. ഭയങ്കര. അവിടെ ഒന്ന് ഇറങ്ങുക പോലും ചെയ്തില്ല. ഇറങ്ങിയ പൊട്ടുയിരുന്നു. പിന്നെ അവിടുന്ന് പോയി ആ പെണ്ണിനെയും കുട്ടിയെയും ആലോചിച്ചിട്ട് പിന്നെ അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ താഴ്ത്തട്ടിലെത്തിയപ്പോഴത്തേന് കരഞ്ഞു വീണ് പോയി സയ്യിദുനാ ഇബ്രാഹിം. ആ വീഴലുള്ള പ്രാർത്ഥനയാണിത്. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة. ആ പെണ്ണാണ് കരുത്ത്. ആരുടെ കരുത്ത്? സയ്യിദുനാ ഇസ്മാഈൽ. ഇബ്രാഹിമിന്റെ കരുത്തും സയ്യിദുനാ ഇബ്രാഹിം. ആ പെണ്ണിനെ ഇടക്കിടക്ക് വന്ന് കാണാൻ വേണ്ടി അള്ളാഹു ഇബ്രാഹിമിന് ബുറാക്ക് ഏർപ്പെടുത്തി കൊടുത്തു എന്നാണ് ചരിത്രം. മനസ്സിലായില്ല? ബുറാക്ക് ലോകത്താദ്യമായി ഉപയോഗിച്ചത് മുഹമ്മദ് നബി അല്ല, അവസാനമായി ഉപയോഗിച്ചത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? ഹാജറിനെ ഇടക്കിടക്ക് വന്ന് കാണാൻ വേണ്ടി അള്ളാഹു ബുറാക്ക് ഏർപ്പെടുത്തി കൊടുത്തു എന്നാണ്. എല്ലാവിധ ഈ കാണുന്ന ഈ ഇസ്ലാമിക സാമൂഹിക മണ്ഡലത്തിൻ്റെ അടിത്തറ കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണമാണ്. അതിനു വേണ്ടി ഒരു ചെറുപ്പക്കാരനെ ഒരുക്കിയതിൻ്റെ പിന്നിൽ ആരുമല്ല. ആരാണ്? ഒരു കുടുംബിനിയാണ്. ആര്? ഹജർ. ഹാജറ അല്ല, ഹജർ. അങ്ങനെയാണ്. ഹജറയല്ല, ഹജർ. അങ്ങനെയാണ്. നമ്മൾ പറഞ്ഞ് ചില വാക്കുകളൊക്കെ പഴക്കാറുണ്ട്. സൈനബയല്ല, സൈനബ്. ഹനീഫയല്ല, ഹനീഫ്. ഒക്കെ വാക്കിൽ പിഴവാണ്. ഇനിയെങ്കിലും ശ്രദ്ധിക്കാം. മനസ്സിലായില്ല? ഹാജറയല്ല, ഹജർ. അപ്പോൾ പിന്നെ ചോദ്യമുണ്ട്, അവസാനം പെണ്ണാകുമ്പോൾ അതൊരു ഹാത്താവ് വേണ്ടേ? അതിൻ്റെ അറബി അല്ല, ഇത് ഹിബ്രു ആണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഹാജറയല്ല, ഹജർ. നമ്മൾ ഈ മദ്രസയിലൊക്കെ പറയൂലേ ഹജർ, അതന്നെ ഹജർ. അത് വല്ലാത്തൊരു കരുത്താണ്. ആ കരുത്തിൽ നിന്നാണ് സയ്യിദുനാ ഇസ്മായിൽ. വേറൊരു കരുത്തുണ്ട് ഇപ്പുറത്ത്. സയ്യിദുനാ ഇസ്ഹാഖിന്റെ കരുത്ത് ഉമ്മുനാ സാറ 99-ാമത്തെ വയസ്സിലാണ് ഗർഭം ധരിച്ചത്. പക്ഷെ ആ കരുത്ത് ഭയങ്കര. 99-ലും ഗർഭം ധരിക്കുമ്പോൾ ചിരിക്കുക, ഇത് ചിരിയാണ്.
ജിബ്രീലിനോട് സംസാരിച്ചു, കരുത്തുണ്ട്. لقد جاءت رسلنا إبراهيم بالبشرى قالوا سلاما قال سلام فما لبث أن جاء بعجل حنيظ فلما رأى أيديهم لا تصل إليه نكرهم وأوجس منهم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط وامرأته قائمة فضحكت. കുടുംബിനി വാതിൽ പിന്നിൽ നിന്ന് ചിരിച്ചു. ആരോട്? ജിബ്രീലിനോട്. ജിബ്രീലിനാണല്ലോ ഞാൻ എൻ്റെ മൂരിക്കുട്ടനെ വേവിച്ചു കൊടുത്തത് എന്നോർത്ത് പെണ്ണങ്ങോട്ട് ചിരിച്ചു. ഒരായത്തിൽ കാണാം, ഫസക്കത്ത് വജ്ഹഹാ, വിരുന്നുകാർ മലക്കളായിരുന്നു എന്നറിഞ്ഞപ്പോൾ തൻ്റെ കവിളിലടിച്ചു എന്നാ. ഫലസ്തീനി പെണ്ണുങ്ങൾക്കും മിസ്രി പെണ്ണുങ്ങൾക്കും ഒരു സ്വഭാവമുണ്ട്, അത്ഭുതം കണ്ടാൽ കവിളിലടിക്കും. ഫസക്കത്ത് വജ്ഹഹാ. ഒരായത്തിൽ വമ്രഅതു ഖായിമ, കുടുംബിനി ചിരിച്ചു. ഫബശർനാഹാ ബിഇസ്ഹാഖ്. അപ്പോൾ എൻ്റെ മലക്കുകളോട് ആ പെണ്ണ് സന്തോഷപൂർവ്വം ആതിഥ്യ മര്യാദ അരുളിയപ്പോൾ ഞാൻ ആ പെണ്ണിന് ഫബശർനാഹുമാന്നും കൂടിയല്ല ആയത്ത്, ഫബശർനാഹാ, കുടുംബിനിക്ക് സന്തോഷം അറിയിച്ചു. ഭയങ്കര പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉള്ളിലളിയുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഫബശർനാഹുമാന്നും അല്ല, ഫബശർനാഹൂന്നും അല്ല, കുടുംബിനിക്ക്. فبشرناها بإسحاق ومن وراء إسحاق يعقوب قالت يا ويلتى أعلد وأنا عجوز وهذا بعلي شيخا إن هذا لشيء عجيب قالوا وتعجبين من أمر الله. മലക്കളോട് സംസാരിക്കുക, കുടുംബിനിയുടെ കരുത്ത്. തൻ്റെ മോരിക്കുട്ടൻ പോയല്ലോ എന്നോർത്ത് വേപ്പെട്ട് കൊണ്ടപ്പോൾ സയ്യിദുനാ ജിബ്രീൽ ഈ അങ്ങനത്തെ തഫ്സീറിൽ കാണാം, ചുട്ടെടുത്ത മൂരിക്കുട്ടൻ്റെ മേൽ തൻ്റെ കൈ നടത്തി. ഫസാറ ഹയ്യ, അതോടുകൂടെ മൂരിക്കുട്ടൻ ജീവിക്കുകയും ഫലഹിഖ ബി ഉമ്മിഹി, ഉമ്മാൻ്റെ അകട്ടിലേക്ക് ഓടുകയും ചെയ്തു. ഇബ്നു കസീറിൽ, ഹാഫിദ് ഇബ്നു കസീർ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കണം, കുടുംബിനിയുടെ കരുത്ത് എവിടെയും. സുലൈമാൻ ലോകം കണ്ട മഹാനായി സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം വലിയ പണക്കാരനാണ്, പക്ഷെ നാശായില്ല. കാരണം പിന്നിൽ ഉമ്മയാണ്. ഉമ്മ മരിക്കുന്ന നേരത്ത് മോനെ അരികിൽ വെച്ച് കൂട്ടി ഇങ്ങോട്ട് പിടിച്ച ചക്രവർത്തിയാണ്. ആര്? സയ്യിദുനാ സുലൈമാൻ. എന്നിട്ട് പറഞ്ഞു, മോനെ ലാ തുക്സിരിൻ നൗമ ഫിൽ ലൈലി, എൻ്റെ മോൻ രാത്രി കൂടുതൽ നേരം ഉറങ്ങരുത്. മരിക്കുന്ന നേരത്ത് പറയാ. ആര്? രാജ്ഞിയ, ദാവൂദിന്റെ ഭാര്യ അലൈഹിസ്സലാം. സയ്യിദുനാ ദാവൂദ് ഭയങ്കര ചക്രവർത്തിനിയല്ലേ, വലിയ രാജ്ഞിയല്ലേ, വലിയ സമുന്നതയല്ലേ. ആര്? ഉമ്മു സുലൈമാൻ. കാരണം ഭർത്താവ് തന്നെ ചക്രവർത്തി, മോനും ചക്രവർത്തിയാവും. മരിക്കണ നേരത്ത് മോനെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് പറയാ, മോനെ രാജ്യം സംരക്ഷിക്കണേ, വാപ്പ ഉണ്ടാക്കി തന്ന രാജ്യമാണ് എന്നൊന്നുമല്ല പറയുന്നത്. നീ രാജ്യകാര്യത്തിൽ ഏർപ്പെട്ടിട്ട് രാത്രി കൂടുതൽ ക്ഷീണിച്ചുറങ്ങിപ്പോകരുത്. മൻ കസുറ നൗമുഹു ഫിൽ ലൈലി യകൂനു ഫഖീറൻ യൗമൽ ഖിയാമ. രാത്രി കൂടുതൽ ഉറങ്ങുന്നവൻ അത് അവസാന ദിവസം അള്ളാഹിൻ്റെ കോടതിയിൽ ഫക്കീറായി മടങ്ങി വരേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. ഇത് വസിയത്ത. ആരുടെ വസിയത്ത? ഉമ്മ സുലൈമാൻ. വസിയത്ത് ഉമ്മി സുലൈമാൻ എന്ന് പറയും. എന്താ നിങ്ങളൊന്ന് ആലോചിക്കുക. ലാ തുക്സിരിൻ നൗമ ഫിൽ ലൈലി മൻ കസുറ നൗമുഹു ഫിൽ ലൈലി യകൂനു ഫഖീറൻ യൗമൽ ഖിയാമ. ഈ വാക്കിൻ്റെ ശക്തിയാണ് ആർക്ക്? സയ്യിദുനാ സുലൈമാൻ. നബുവത്ത് ഉണ്ടെങ്കിലും, നബുവത്തൊക്കെ ഉണ്ട് ആണെങ്കിലും അതിലേക്കൊക്കെ തന്നെ കരുത്തല്ല. നബുവത്തൊക്കെ 40 വയസ്സിട്ടല്ലേ. 12ാമത്തെ വയസ്സിൽ ബാപ്പാനെ തിരുത്തി. 12ാമത്തെ വയസ്സിൽ ബാപ്പയെ തിരുത്തി. ആര്? സുലൈമാൻ നബി അലൈഹിസ്സലാം. ബാപ്പ പറഞ്ഞ നിയമം ശരിയായില്ല, തിരുത്തി പറഞ്ഞു സയ്യിദുനാ സുലൈമാൻ. കരുത്ത് ഉമ്മാണ്, ഉമ്മ സുലൈമാൻ. എവിടെയും കുടുംബിനിയുടെ ആ ഒരു അടിത്തറ തന്നെ എവിടെയുള്ളത്. അവരുടെ കരുത്താണ് എവിടെയും. നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ. എവിടെയും അറബ് ലോകത്തെ ഏറ്റവും ശുദ്ധ വനിതയാണ് എന്ന താരീഖിൽ കാണാം. ഞാൻ വിശദീകരിക്കണില്ല. എവിടെയും നിങ്ങൾ ചിന്തിക്കണം. അച്ഛന്മാരെ കോഴ്സ് കൊടുക്കും, പക്ഷെ അച്ഛന്മാരെ കല്യാണം കഴിക്കില്ല.
എന്നാലും ഒരു കുടുംബം എങ്ങനെ പോകണമെന്ന് പറയാനുള്ള ഒരു അഡ്വൈസ് അച്ഛനിൽ നിന്ന് കിട്ടും. വളരെ ചിന്തിക്കേണ്ടതാണ്. എന്നാൽ കല്യാണം കഴിക്കൽ സുന്നത്തായ നമുക്കോ ആ ഏർപ്പാടില്ല. അത് വലിയതാണ്. കാരണം അതാണ് ശക്തി. അത് നന്നായാൽ പിന്നെ ഒക്കെ നന്നാവും. അല്ലെങ്കിലും ഉസ്താദിൽ നിന്നല്ല കുട്ടി പഠിക്കുന്നത്, ഈ പെണ്ണുങ്ങളിൽ നിന്നാണ്. ഉറപ്പ്, യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉമ്മയിൽ നിന്നുള്ള കരുത്താൻ തന്നെയാണ്. പുസ്തകങ്ങൾ പിന്നെ ഉപകരിച്ചിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ഉമ്മ പറഞ്ഞതിനെ വിശദീകരണം കണ്ടെത്താൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിൽ ചില ഭാഗങ്ങൾ പറയാം. ആ ഭാഗങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ഉമ്മയിൽ നിന്ന് പഠിച്ചതാണ്. പക്ഷെ പിന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഹനീത്തുകളൊക്കെ. ആദ്യകാലത്ത് അത് ഹനീത്തായി പഠിച്ചതല്ല, ഉമ്മയെന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ സഹോദരിമാർ വളരെ ഗൗരവമായി ചിന്തിക്കുക. നമ്മുടെ വീട്, ആ വീട്ടിലെ റാണി പെണ്ണാണ് എന്ന് പെണ്ണ് മനസ്സിലാക്കണം. പെണ്ണ് നന്നായാലേ നാളെ നന്നാവൂ. പെണ്ണ് നന്നായാലേ എല്ലാം നന്നാവും. പെണ്ണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കണം. പെണ്ണ് വീട്ടിലിരുന്ന് ചെയ്യുന്നത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ഏറ്റവും വലിയ സേവനമാണ്. പക്ഷെ പെണ്ണിന് വിവരം ഉണ്ടാവണം അള്ളാഹുവിൻ്റെ ദീൻ. അതുകൊണ്ടാണ് ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന് പറയാതെ അലാ കുല്ലി മുസ്ലിമിൻ, മുസ്ലിമ എന്ന് പറഞ്ഞു. ആണിനെ മാത്രമല്ല പുണ്യനബി ആരെയും പറഞ്ഞു, പെണ്ണിനെ പറഞ്ഞു. കാരണം ചില വിവരങ്ങൾ അടിസ്ഥാനപരമായി പെണ്ണുങ്ങൾക്കുണ്ടായിരിക്കണം. പ്രീ മാരേജ് കോഴ്സ് എന്നൊരു സമ്പ്രദായത്തെക്കുറിച്ച് ഗൗരവമായി റഹ്മ ആലോചിക്കുന്നുണ്ട്. റഹ്മയുടെ നെറ്റ്വർക്ക് വഴിയായിട്ടും അതേപോലെ തന്നെ മറ്റു ചില ഭൗതിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയും ഇൻഷാ അള്ളാഹ് കാര്യത്തെക്കുറിച്ച് ഒരു ഗൗരവമായ ചില പഠനങ്ങൾ നൽകും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇത് വളരെ അത്യാവശ്യമായിരിക്കാം. ഏകദേശം കുടുംബകലഹങ്ങൾ മുഴുവനും ഏറ്റവും കൂടുതൽ കുടുംബകലഹം ഉണ്ടാകുന്നത് നമ്മളിലാണ്. ഏറ്റവും കൂടുതൽ തൊലാക്ക് ചെല്ലുന്നത്. കടലോര ഭാഗത്ത് ഒരു ഗ്രാമത്തിൽ വെച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, 4 തൊലാക്ക് ചെല്ലിയിട്ട് കൂടെ താമസിക്കുന്ന ഇഷ്ടം പോലെ കുടുംബമുണ്ട്. മനസ്സിലായില്ല. ദേഷ്യം വരുമ്പോൾ തൊലാക്കണില്ലോ, പിന്നെ താമസിക്കും. തൊലാക്കൊക്കെ ദിവസം ചെല്ലും, പിന്നെയും കൂടെ പൊറുക്കും. പിന്നുണ്ടായ കുട്ടികളുണ്ട്. എൻ്റെ മസാല എന്താണ്? മസാല എന്തോ ആട്ടെ, ഇങ്ങനെ ഉണ്ടാവുന്നതിനെന്താ ഒരു സൊല്യൂഷൻ എന്താ? മനസ്സിലായില്ല. ഇതിന് പരിഹാരം എന്താ? നോക്കൂ, നിങ്ങൾ എത്ര വലിയ കൂട്ടിച്ചേർക്കലാണ് ഈ ദീനിൽ കൂട്ടിച്ചേർത്തത്. നമ്മളിത് തൊലാക്ക് ചെല്ലുന്നവരും തൊലാക്ക് വാങ്ങുന്നവരുമായി തീർന്നാലും. അപ്പൊ ഇവിടെയൊക്കെ അടിസ്ഥാനപരമായി ചില നിയമങ്ങളെ നമ്മൾ പാലിക്കണം. ഒന്ന്, പെണ്ണിന് ഒന്നാമതായി വേണ്ടത് വൃത്തിയും ശുദ്ധിയുമാണ്. കാരണം ദീനിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം പുണ്യനബി പറഞ്ഞു, വൃത്തി മനുഷ്യനെ ഈമാനിലേക്ക് ക്ഷണിക്കും, ഈമാൻ സ്വർഗത്തിലേക്കും ക്ഷണിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വൃത്തിയുള്ള ആൾക്ക്, വൃത്തി ഒരു മുഅ്മിനായ മനുഷ്യന് ഒന്നാമതായി വൃത്തി വേണം. അത് പെണ്ണുങ്ങൾ ഈമാന്റെ ഭാഗമാണ്. നമ്മളെ വീട് മനോഹരായിരിക്കണം, അത് നല്ലോണം ശ്രദ്ധിക്കണം. വീട്ടിൻ്റെ പെയിൻറ്റിങ്ങിൽ പോലും പെണ്ണിൻ്റെതായ ഒരു അഡ്വൈസ് ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കാം. നമ്മളെ വീടുകളൊക്കെ വളരെ ഡാർക്കായ പെയിൻ്റ് അടിക്കുന്നത് ഈ അടുത്ത കാലത്ത് കൂടിയിട്ടുണ്ട്. അത് നല്ലതല്ല. പള്ളികൾക്ക് പോലും ഡാർക്കായ പെയിൻറ് കണ്ടു. പള്ളിയുടെ പെയിൻ്റ് വിരാറ്റാണ്, ഈ അടുത്ത കാലത്ത് വന്നതാണ്. പെയിൻ്റ് അടിക്കരുത് എന്നല്ല, എല്ലായിടത്തും പെയിൻ്റ് ഉണ്ടാവുക, പിന്നെ പള്ളിയിലായിട്ട് പെയിൻ്റ് ഉണ്ടാവാതിരിക്കൊന്നും വേണ്ട. പക്ഷേ പള്ളിയിലും തന്നെ ചില ഡാർക്കായ പെയിൻറ്റുകൾ, അതൊക്കെ ഈ അടുത്ത കാലത്ത് വന്നതാണ്. ശരിയായില്ല. കണ്ടിട്ടില്ലേ നിങ്ങൾ ചില പള്ളികളൊക്കെ ഡാർക്കായ പെയിൻറ്? എന്തിന്? പള്ളിയിലൊക്കെ ഈ ഡാർക്കായ പെയിൻറ് നല്ലതല്ല. പള്ളിയുടെ ഉള്ളും പുറമൊക്കെ, പ്രത്യേകിച്ച് ഒരു വീട്ടിൻ്റെ അകത്ത മുറികളിലൊക്കെ വെള്ളം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ വെള്ളയോട് ചേരുന്ന ബിസ്ക്കറ്റ് കളർ ഇതൊക്കെ പറ്റും. വെള്ളം വളരെ നല്ലതാണ്. വെള്ളക്ക് അതിർത്തിയില്ല. വെള്ള കിടന്ന ഒരു മനുഷ്യൻ ആകാശത്തിൻ്റെയും അതിരില്ലാതെ കിടക്കണമെന്ന് തോന്നും. ഇത് വെള്ള പോലെ പറഞ്ഞില്ല. ഏറ്റവും നല്ല വസ്ത്രം വെള്ളയാണ്. ഞാൻ ഇന്നലെ വെള്ളയെ കുറ്റം പറഞ്ഞതല്ലാട്ടാ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞത് ഉള്ളു നന്നാവാത്ത പുറത്തിൻ്റെ വെളുപ്പിക്കലാണ്. അത് നമ്മളിൽ വല്ലാതെ കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നന്നാവും. അടി കിട്ടി പൊളഞ്ഞാൽ നന്നാവും. അടി കിട്ടേണ്ടവരൊന്നും കേൾക്കൂല എന്നത്. കേൾക്കുന്നവർ കിട്ടേണ്ടവരുമല്ല, കിട്ടേണ്ടവർ കേൾക്കുന്നവരുമല്ല. ഇതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പം ഇത് നമ്മൾ ചിന്തിക്കുക. വീട്ടിൻ്റെ ആ ഒരു പെയിൻറ്റിങ് പോലും അവിടെയൊക്കെ പെണ്ണിൻ്റെ ഒരു കണ്ണുണ്ടായിരിക്കണം. ഇതൊക്കെ വളരെ നല്ലതാണ്. വീട്ടിലൊരു മുറ്റം ഉണ്ടാവുക, ആ മുറ്റത്തിനൊരു വൃത്തി ഉണ്ടാവുക, അതൊക്കെ നല്ലതാണ്. പക്ഷെ വീടും പരിസരവും ആകെ 10 സെൻറ്റ് ഭൂമി, അതിൽ 5 സെൻറ്റിൽ വീടും ബാക്കി 5 സെൻറ്റിൽ ഇൻ്റർലോക്കും. വെള്ളം വരെ ഭൂമിക്ക് ഇറങ്ങാൻ സൗകര്യമല്ല. ആരാൻ്റെ തൊടുവിൽ ഇറങ്ങുന്ന വെള്ളം കൊണ്ടാണ് ഇയാളെ കിണറ്റിൽ വെള്ളം ഉണ്ടാവുക. ഇത് നമ്മളിടയിൽ വല്ലാതെ കൂടിയിട്ടുണ്ട്. അത് വളരെ മോശമായി പോയി. മനസ്സിലായില്ല നിങ്ങൾക്ക്? വീട്ടിൻ്റെ പരിസരത്ത് വളരെ ശ്രദ്ധിക്കണം.
പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വീട് വെക്കുന്ന സാഹചര്യങ്ങൾ അധികരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലോണം നല്ലൊരു മുറ്റമൊക്കെ ഉണ്ടായിരിക്കൽ വളരെ നല്ലതാണ്. അത് നല്ല വൃത്തി കൊണ്ട് നടക്കുകയും വേണം. നല്ല ശുദ്ധിയിലും വീടും അകത്തളവും പരിസരവും വൃത്തിയിൽ മനുഷ്യൻ്റെ മനസ്സിന് മാത്രം നൽകും. ഉത്തരവാദി പെണ്ണാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന റജുലൽ ഹരീസ അലാ നഖാഅതി ബദനിഹി വവലാഅതി വജ്ഹിഹി വനലാഫതി അഅളാഇഹി. ഹബീബ് ബയ്യന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പുണ്യ നബി വിശദീകരിച്ചിട്ടുണ്ട്. അവൻ്റെ ശരീരം ഭംഗിയാവുക, അവൻ്റെ പരിസരം വൃത്തിയാവുക, അവൻ്റെ വസ്ത്രം വൃത്തിയാവുക. വസ്ത്രത്തിൽ അഴുക്കുള്ള ഒരു മനുഷ്യനെ ഹബീബ റസൂലുള്ളാഹി അയാൾക്ക് പുണ്യ നബി സ്വല്ലല്ലാഹു മാ യജിദു ലഹു യജിദു യഗ്സില തൗബഹു എന്ന പുണ്യ നബി വിഷമത്തോടുകൂടെ ചോദിച്ചു. വസ്ത്രത്തിൽ അഴുക്ക് കണ്ടപ്പോൾ, ശ്രദ്ധിക്കണേ, വസ്ത്രത്തിൽ ഒരു അഴുക്ക് കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്താ കഴുകാനുള്ള സാധനമൊന്നും ഇയാൾക്ക് കിട്ടാറില്ല? പഴയ വസ്ത്രമായിരിക്കും, ഹബീബ റസൂലുള്ളാഹി തുന്നിപ്പിടിച്ച വസ്ത്രമൊക്കെ ധരിക്കും, പക്ഷെ നല്ല വസ്ത്രമായിരിക്കും. ഒന്ന് അലക്കി കൊടുക്കുക, നല്ല അലക്ക് നടത്തുക. വീട്ടിലെപ്പോഴും നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളായിരിക്കുക എല്ലാവർക്കും. ആ കാര്യങ്ങൾ പെണ്ണുങ്ങൾ നല്ലപോലെ ചിന്തിക്കുക. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? പെണ്ണുങ്ങൾ വെറും ഒരു അലക്ക് മെഷീനാണെന്ന് ആണുങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യരുത്. ഈ കാര്യത്തിൽ പെണ്ണുങ്ങളെ സഹായിക്കേണ്ടത് ആണുങ്ങളുടെ ബാധ്യതയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരെ വസ്ത്രമലക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ആളാണ് മുഹമ്മദ് നബി. റസൂലുള്ളാഹിന്റെ രീതി അങ്ങനെയാണ്. യുഫ്ലി തൗബഹു വയഹ്ലിബു ഷാതഹു വയഖ്സിഫു നഅലഹു വയഖുമ്മു ബൈതഹു. അങ്ങനെ വയഖുമ്മു ബൈതഹു, താൻ കിടന്നിരുന്ന മുറി താൻ തന്നെ അടിച്ചു വാരാറുള്ള ആളാണ് മുഹമ്മദ് നബി. തൻ്റെ മുറി താൻ അടിച്ചു വരുന്ന ആണുങ്ങൾക്ക് തൽക്കാലം കൈപൊക്കാനൊരു അവസരം ഞാൻ നൽകുക. 50 വയസ്സിന് താഴെയുള്ളവർക്ക് കൈപൊക്കാം. തൻ്റെ വീട്ടിൽ ഗൾഫിൽ പോയിട്ട് റൂം അടിച്ചു വരുന്ന വർത്തമാനത്തിന് കൈ ഇവിടെ പൊക്കരുത്. അല്ലല്ല, വലിയ വിളവന്മാരുണ്ടാവും. കണ്ണൂർക്കാർ പൊതുവെ വിളവന്മാരാണ്, നിനക്ക് അറിയുകയും ചെയ്യാം. ഇനി പറയും സ്വന്തം വീട്ടിലെ മുറി അടിച്ചു വാരുന്ന ആളുകൾ, അവനവൻ കിടന്ന മുറി നിങ്ങളെന്നും അടിച്ചു വാരണം എന്നല്ല, പക്ഷെ അതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. ഒന്ന് കൈപൊക്കി ഞാൻ കാണട്ടെ. 50 വയസ്സിന് താഴെയുള്ളവർ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെയുണ്ട്. ഒരാളൊരു ഇന്റർവ്യൂവിന് വന്നൊരു കഥയുണ്ട്. ഒരു ഇന്റർവ്യൂവിന് വന്നപ്പോൾ ഇന്റർവ്യൂവിലുള്ള ആളുകളെ മുഴുവനും ഇരുത്തിയിട്ട് ഇന്റർവ്യൂ നടത്തുന്ന ആൾ ചോദിച്ചത്ര, ഈ കൂട്ടത്തിൽ പെണ്ണുങ്ങളെ ഭാര്യമാരെ പേടില്ലാത്തവരൊക്കെ എണീറ്റ് നിൽക്കുന്നു. അങ്ങനെ കുറേ ആളുകൾ എണീറ്റ് നിന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ചോദിച്ചെന്നാൽ ഭാര്യമാരെ പേടിയില്ലാത്തവർ എണീറ്റ് നിൽക്കും. അങ്ങനെ ഭാര്യമാരെ പേടിയുള്ള കുറേ ആളുകളെയും എണീപ്പിച്ചു, പേടിയില്ലാത്തവരെ എണീപ്പിച്ചു. ഇത് രണ്ടിലും എണീക്കാത്ത ഒരാളിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അയാളോട് ചോദിച്ചു ഉത്തരം, നിങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ എണീറ്റില്ല, രണ്ടാമതിൽ പറഞ്ഞു അതെന്തേന്ന്. അപ്പോൾ ഏതിലാണ് എണീക്കേണ്ടതെന്ന് അവളോട് ചോദിച്ചിട്ടില്ല. അങ്ങനെയുണ്ടോ? അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കാം. മനുഷ്യൻ്റെ വൃത്തി വളരെ പ്രധാനപ്പെട്ടതാണ്. പെണ്ണുങ്ങളോട് ആ കാര്യത്തിൽ സഹകരിക്കുകയും ചെയ്യും. നല്ല മനോഹരമായ അള്ളാഹുവിന് സുഗന്ധം ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹ് നല്ലവനാണ്. നല്ലത് മാത്രമേ അള്ളാഹു തല സ്വീകരിക്കൂ. നല്ലവരാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നീ എൻ്റെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും കാന യസ്രിഫുലി ത്വയ്ബി അക്സറമായ യസ്രിഫുലി ത്വആം, ഭക്ഷണത്തിന് ചെലവാക്കിയതിനേക്കാൾ പണം സുഗന്ധത്തിന് ചെലവാക്കിയ ആളാണ് മുഹമ്മദ് നബി. അല്ലല്ലാ, ഇതൊക്കെ നമ്മൾ എങ്ങനെ മറന്നത്? ഹബീബ റസൂലുള്ളാഹിന്റെ വീട്ടിൽ കൂടുതൽ ചെലവ് ഭക്ഷണത്തിനല്ല, പെർഫ്യൂമിനാണ്. ഹദീസാ ബുഖാരിയിലും മുസ്ലിമിലും നിറച്ചു കിടക്കുക. അങ്ങനെ പിന്നെ ചിലപ്പോൾ എന്നെപ്പോലത്തവരൊന്നും ഈ ഹദീസൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരൂല. കാരണം അങ്ങനെയുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോവുക. ഒന്നാമത്തെ കുറ്റവാളി ഞാൻ തന്നെയാണ്. ഇന്നെപ്പോലത്തെ ആളുകളൊക്കെ പലപ്പോഴും ഇന്നെപ്പോലത്തെ ചെറുപ്പക്കാരൊക്കെ ഉണ്ട് പറഞ്ഞു തരാതിരിക്കുക എന്നതും അങ്ങനെയും വന്നോന്ന് തോന്നുക. അതുകൊണ്ടാണ് സുഗന്ധം ഇന്നൊരു വിഷയമാവാതിരിക്കലും ഭക്ഷണം ഇന്ന് ഏറ്റവും വലിയ വിഷയമായിരുന്നു. കാന യസ്രിഫുലി ത്വയ്ബി അക്സറമായ യസ്രിഫുലി ത്വആം, ഭക്ഷണത്തിന് ചെലവാക്കുന്നതിനേക്കാൾ കൂടുതൽ സുഗന്ധത്തിന് ചെലവാക്കിയ ആളാണ് മുഹമ്മദ് നബി. നല്ല വൃത്തി, നല്ല നല്ല വാസന, നല്ല മനോഹരമായ പരിസരം, ഇത് മനുഷ്യന് അഖൽ നൽകും. നല്ല വാസനയുള്ള മുറിയിൽ ഉറങ്ങുന്ന ഒരാൾക്ക് അഖൽ അധികരിക്കും, ബുദ്ധി അധികരിക്കും. വൃത്തികെട്ട വാസനയുള്ളിടത്ത് മനുഷ്യൻ്റെ ബുദ്ധിയെ കിട്ടുപോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അന്യ ബുദ്ധിയാണല്ലോ വലിയ വിഷയം. പെണ്ണുങ്ങൾ നല്ലതുപോലെ ആ കാര്യം ശ്രദ്ധിക്കണം എന്ന് വളരെ താഴ്മയോടെ. അതുകൊണ്ട് പുണ്യ നബി അഫ്നിയതക്കും, നിങ്ങൾ വീട്ടിൻ്റെ മുറ്റത്തെയും നിർബന്ധമായും ശുദ്ധീകരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ.
പെണ്ണുങ്ങളോടുള്ള കൽപ്പനയാണ്. ആണുങ്ങൾക്കും അതിൽ കൂടി കൊടുക്കാൻ മാത്രം. ഇത് പെണ്ണുങ്ങളുടെ ഒന്നാമത്തെ കടമയാണ്. വീട് വൃത്തിയായിരിക്കണം, അങ്ങനെ നല്ല വൃത്തിയായിരിക്കണം, മനോഹരമായിരിക്കണം. കുറേ ഈച്ചയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥ ഉണ്ടാവും. ചിലപ്പോഴൊക്കെ അങ്ങനെ കാണാറുണ്ട് ചില വീടുകളിലൊക്കെ ഒരു ഈച്ചയൊക്കെ ഉള്ളൊരവസ്ഥ. അതവിടുത്തെ വൃത്തിയുടെ കമ്മി തന്നെയാണ്. അതവിടെ നല്ലതുപോലെ ശുദ്ധീകരിക്കണം. പിന്നെ കുട്ടികളുള്ള വീടുകളിൽ നമ്മൾ ചുമരെത്ര വൃത്തിയാക്കിയാൽ കുട്ടികൾ എഴുതും. അതിനൊക്കെ എന്തൊരു പരിഹാരം ഉണ്ടാക്കണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുട്ടികൾക്ക് അങ്ങനെ എഴുതണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് നല്ല വൈറ്റ് ബോർഡുകൾ കിട്ടും. അവർക്കും സ്കൂളിൽ നിന്ന് വിട്ട് വന്നാൽ പിന്നെ മാഷാകാൻ താല്പര്യമില്ല. അങ്ങനെയാണ് കുട്ടികൾ രണ്ടാളെ അനുകരിക്കും, ഒന്ന് ഉസ്താദിനെയും ഒന്ന് ബാപ്പയെയും. അത് കുട്ടികളുടെ പൊതു സ്വഭാവമാണ്. എൻ്റെ കുട്ടികൾ സൗകര്യം കിട്ടിയാൽ ചെറിയ ചെറിയ മക്കൾക്കൊക്കെ ചെറുപ്പകാലത്ത് ഏകദേശം മിക്കവാറും കുട്ടികൾക്കുള്ള ഒരു സോക്കട്, പിന്നെ അവർ എന്തെങ്കിലും ഒരു കമ്പൊക്കെ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിട്ട് എന്നിങ്ങനെ പറയും. എൻ്റെ ചില കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു സോക്കടാണ് ചെറുപ്പകാലത്ത്. കാരണം അവരെ വാപ്പ അങ്ങനെ ചെയ്യുന്നതാണ് കണ്ടത്. മനസ്സിലായില്ല. അപ്പം അതിനോടൊരു അനുകരിക്കുന്നൊരു സ്വഭാവം പൊതുവേ ഉണ്ടാവും. ബാപ്പയോട് ഉസ്താദിനോടൊക്കെ അനുകരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ വന്നാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരക്കേണ്ടി വരും. അതിന് എതിർക്കുകയും വേണ്ട, കുട്ടികളെ പിടിച്ചടിക്കുകയും ചെയ്യരുത്. അതിലൊന്നും ഹൈറില്ല. പ്രത്യേകിച്ച് ലോകം മാറിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് നോക്കണേ, ലോകം മാറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. എന്നും ഒരു രീതിയല്ല, എന്നും ഒരു ശാരീരിക രീതിയല്ല, മാനസിക രീതിയല്ല. ഒരു കാലത്ത് അടിച്ചേ നന്നാകൂ എന്നുള്ള ചില വാശികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ പറയരുത്. ആ കാലം മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ വേണം. നിർബന്ധമായും നമ്മൾ ആ വിഷയത്തിൽ നല്ല നിലക്ക് ഇടപെടണം. നമ്മളെ കുട്ടികൾക്ക് അങ്ങനെ ഒന്ന് വരക്കാനുണ്ടെങ്കിൽ അതിൽ ചെറിയ ബോർഡൊക്കെ വാങ്ങി വെച്ച് സൗകര്യപ്പെടുത്തി കൊടുക്കണം. കുട്ടികൾ ആ വാസനയെ നമ്മൾ ഇല്ലാതാക്കുകയും വേണ്ട. നല്ല കലയൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും, നല്ല എഴുതുന്ന കുട്ടികളുണ്ടാവും. കുട്ടികളുടെ മനസ്സ് വളരെ വലുതാണ്. അവർ നമ്മളെക്കാൾ കാര്യങ്ങളെ ക്യാച്ച് ചെയ്യും. അപ്പോൾ എന്താണെങ്കിലും അത് വീട്ടിൻ്റെ ചുമരുകൾ വൃത്തിയാക്കരുത്. വീടിൻ്റെ ചുമര് മനോഹരമായി കിടക്കണം, തറയും അതെപ്പോഴും വൃത്തിയാക്കണം. അത് ഉമ്മക്ക് ജിഹാദാണ്. ഉമ്മ തൻ്റെ വീട് ശുദ്ധീകരിക്കൽ ആ ഉമ്മക്കുള്ള ഏറ്റവും വലിയ ജിഹാദാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് കുറഞ്ഞ പണി കൊണ്ട് പെണ്ണിന് അള്ളാഹു സ്വർഗം കൊടുത്തത്. 4 കാര്യം കൃത്യമാക്കിയാൽ പെണ്ണിന് സ്വർഗം കിട്ടും. ഇദാ സല്ലത്ത് ഖംസഹ വസ്വാമത്ത് ശഹ്റഹ വഹഫളത്ത് ഫർജഹ വഅതഅത് ബഅലഹ. 5 വഖത്ത് നിസ്കരിക്കുക, അതിൽ തന്നെ അവൾക്ക് ഒഴിവുണ്ടാവും. പിന്നെ റമളാനിൽ നോമ്പ് നോൽക്കുക, അവൾക്ക് ഒഴിവുണ്ടാവും. പിന്നെ വഹഫളത്ത് ഫർജഹ, തൻ്റെ അവയവങ്ങളെ സംരക്ഷിക്കും.